Hello friends, welcome to the 𝙑𝙗𝙀 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെബിറ്റ് കാർഡാണ്. നമ്മുടെ NIYOX എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമ്മുടെ ഇക്വിറ്റാസ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടൈപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു അക്കൗണ്ടാണ്. ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രമല്ല, നമുക്കത് മൾട്ടി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം, ഡിമാൻഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അവരുടെ തന്നെ ഒരു ഡെബിറ്റ് കാർഡാണ്. നമ്മൾ ആക്ച്വലി അത് അന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി അതിൻ്റെ ഫുൾ KYC ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മളിപ്പോൾ അതിൻ്റെ ഫുൾ KYC ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് നമുക്ക് ഡെലിവർ ആയിട്ടുണ്ട്. എന്താ പറയുക, ഒരു വിസ കാർഡാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിസ കാർഡാണ്. പിന്നെ അതിന് ആക്ച്വലി നല്ല ഓഫേഴ്സും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, സ്വിഗ്ഗിയിലും കാര്യങ്ങളൊക്കെ NIYOXൻ്റെ കാർഡിന് ഓഫേഴ്സ് വരുന്നുണ്ട്, ഇക്വിറ്റാസ് ബാങ്കിൻ്റെ കാർഡിന്, ബുക്ക് മൈ ഷോയിൽ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കേജിങ് ആണ് കണ്ടോ. ലൈറ്റിൻ്റെ ഭയങ്കര ഒരു വൈറ്റ് കളർ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മരയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് പാക്കേജിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ നമ്മൾ അതിൽ തന്നെ പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതുവന്നോട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് നിങ്ങൾ URL കണ്ടിട്ടുണ്ടായിരിക്കും. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിലും അപ്ലോഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ NIYOXൻ്റെ ഇക്വിറ്റാസ് ബാങ്ക് ടൈപ്പ് ആയിട്ടുള്ള നമ്മുടെ അതിൻ്റെ ഡെബിറ്റ് കാർഡ് വന്നേക്കുന്ന ബോക്സ് വന്നേക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് കളർ ബോക്സാണ്. അവരെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ NIYOXൻ്റെയും അതുപോലെ തന്നെ ഇക്വിറ്റാസ് ബാങ്കിൻ്റെയും ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. ഈ സൈഡിലും സെയിം തന്നെയാണ്. ബാക്കിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രീനും ഒരു ബ്ലാക്കും ആയിട്ടുള്ളൊരു കാർഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. വിസ പ്ലാറ്റിനം ആണ് പേര് കാണാൻ. എൻ്റെ ചിപ്പ് അതുപോലെ തന്നെ NFC സപ്പോർട്ടുള്ള കാർഡാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബാക്ക് സൈഡിൽ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് ഇക്വിറ്റാസ് ബാങ്കിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പേപ്പർ വന്നിട്ടുണ്ട്. ഡെബിറ്റ് കാർഡിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്, കാർഡും ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാർഡുകളെ ചാർജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വായിച്ച് നോക്കാം. പിന്നെ അടുത്തുള്ളത് അതിൻ്റെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ നമ്മുടെ കസ്റ്റമർ ഐഡിയും കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മൊബൈലിൽ പോവുക. നമ്മുടെ NIYOXൻ്റെ എന്താ പറയുക ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് NIYOXൻ്റെ ആപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഒന്ന് എടുക്കട്ടെ. ഇവിടെ പോയി NIYOX. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് NIYOXൻ്റെ. ഇത് ഞാൻ മുമ്പ് നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ലോഗിൻ ആവട്ടെ. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ച് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഹോം പേജ് കാണാൻ എൻ്റെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാഷ് ഒന്നും ഇട്ടിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ ഫുൾ KYC ചെയ്തിട്ടുണ്ടെന്നല്ല. ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റിലാണ് KYC ചെയ്തിട്ട്. അപ്പോൾ ഡെബിറ്റ് കാർഡ് അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടൊക്കെ കുറച്ച് കാലം മുമ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2-in-1 അക്കൗണ്ടാണ്. നമുക്കിതിൽ നമുക്കുണ്ട് 2-in-1 ഒക്കെ കൂടെ കാണിക്കുന്നതായിരിക്കും. സൈറ്റ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ UPI വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തറിയാം. അതുപോലെ നമുക്ക് 7% വരെ ഇൻട്രസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. റഫറാണ് ചെയ്യാൻ 200 രൂപ കിട്ടും. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. സ്കാൻ ടു ആഡ് മണി നമുക്ക് ആഡ് മണി, സേവിങ്സ് ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെയും കാണാം. ഇതിൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ലാഗിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഡിമാൻഡ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് യു നീഡ് ടു ആക്ടിവേറ്റ് യുവർ NIO മണി അക്കൗണ്ട്. അത് ജസ്റ്റ് നമ്മുടെ KYC നോബിൽ ചെയ്താൽ മതി. ഓൺലൈൻ ചെയ്യാൻ തന്നെ, വേറെ സംഭവമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ ഡെബിറ്റ് കാർഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹോം പേജിലേക്ക് പോവാം. അതിൽ കാർഡ് സെറ്റിങ്സ് കണ്ടുണ്ട്. കാർഡ് സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്യാം. കാർഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഇവിടെ കാണിക്കണം. ഇത് ഡിജിറ്റൽ വിസ കാർഡ്, ക്ലാസിക് കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു പടം കാണിക്കണം. അത് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. അതിങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ എഴുതി കാണിക്കുന്നുണ്ട് യു വിൽ ഗെറ്റ് യുവർ കാർഡ് തോന്നുന്നു. പക്ഷേ നമുക്ക് ആക്ച്വലി കാർഡ് കിട്ടി. അപ്പോൾ ആക്ടിവേറ്റ് അടിക്കുക. ആക്ടിവേറ്റ് ചെയ്യുക, ആപ്പ് അടിക്കുക. ഇനി നമുക്ക് അതിനുള്ള QR കോഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്താൽ മതി. ഇതുകൊണ്ട് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രോസസ്സിംഗ് ദ റിക്വസ്റ്റിന് കൂടി വരുന്നുണ്ട്. പ്ലീസ് സ്റ്റേ വിത്ത് അസ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റീസെറ്റ് യുവർ പിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ CVV ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും അടിച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു. അപ്പോൾ ഞാൻ OTP വന്നിട്ടുണ്ട്. അപ്പോൾ OTP വെരിഫിക്കേഷൻ ചെയ്താൽ മതി. 1 2 4
912. അപ്പോൾ നമ്മൾ വെരിഫൈ കൊടുത്തു. അപ്പോൾ OTP വെരിഫൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നിട്ട് നമുക്ക് വരാൻ നോക്കാം. സക്സസ്ഫുള്ളി റീസെറ്റ് കാർഡ് പിൻ, പ്ലീസ് കോസ് ദ വിൻഡോ ആൻഡ് റീഡയറക്ട് ടു ദ പാർട്ണർ. അപ്പോൾ അതിൽ എഴുതി കാണിച്ചു ഡിയർ എക്വിറ്റാസ് കമ്പനി യുവർ പിൻ ഫോർ ഡെബിറ്റ് കാർഡ് നമ്പർ എൻഡിങ് വിത്ത് 5694 എന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഡെബിറ്റ് കാർഡിൻ്റെ കാർഡ് സെറ്റിങ്സിൻ്റെ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി വന്നു, കാർഡ് യുവർ ഡെബിറ്റ് കാർഡ് ഇസ് ആക്റ്റീവ് വന്നു. ഉണ്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ്, മാനേജ് കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെ കൂടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ പോയിട്ട് കാർഡ് മാനേജ് ചെയ്യാം. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓഫ് ആക്കണമെങ്കിൽ ഓൺ ആക്കാം, POS ഓൺ ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ചാനൽസും ലോക്കും ഓൺ ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ NIYOXൻ്റെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് തന്നെ. അപ്പോൾ ഇതിന് അത്യാവശ്യം 0 ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ ഡിമാൻഡ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാനുള്ള അക്കൗണ്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഫ്രീ കാർഡാണ് ഉണ്ട്. അപ്പോൾ ഇതിന് എക്സ്ട്രാ കാശ് വേറെ ഒന്നും കൊടുക്കുന്നത് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ NIYOXൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് എക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ നമ്മൾ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് കാർഡാണ് നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ KYC ചെയ്യാൻ ലേറ്റായി. എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി എൻ്റെ പ്ലേസിൽ അന്ന് KYC വരെ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫിസിക്കൽ KYC മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ലാഗായി. ഒരു വർഷം വന്നിട്ട് അവരുടെ സംഭവം വർക്ക് ചെയ്തൊന്നുമില്ല. പിന്നെ അത് അവർ വന്നില്ല. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഇവരുടെ ഇത് നമ്മുടെ ഡിജിറ്റൽ KYC ഓൺ ആയത്. അപ്പോൾ അത് നമ്മൾ ഡിജിറ്റൽ KYC ചെയ്തു, സംഭവം ഒന്നും അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തായാലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.